ഫോട്ടോഷോപ്പിന് ഒരു അപരനുണ്ട്. നിങ്ങൾ കുറച്ചുപേരെങ്കിലും ചിലപ്പോൾ അത് അറിയുന്നുണ്ടായിരിക്കും, യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനായിട്ട് ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ കാണുന്ന ഒരു വെബ്സൈറ്റ് ടൈപ്പ് ചെയ്യുക, photopia.com. നിങ്ങൾ ഓൾറെഡി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. അറിയാത്തവർക്ക് ഇതൊരു പുതിയൊരു അനുഭവമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് തുറക്കുമ്പോൾ തന്നെ ഇവിടെ കുറച്ച് ആഡൊക്കെ വരും, അത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഈ ഒരു സെക്ഷൻ നോക്കിയ ഫുള്ള് നമ്മുടെ ഫോട്ടോഷോപ്പിൻ്റെ ഒരു മോഡലാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നമ്മുടെ ഫോട്ടോഷോപ്പിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സൈഡ് ന്യൂ ഫയൽ, ഓപ്പൺ, ഹോം, ഇങ്ങനെയൊക്കെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇമേജ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആണ് ഇവിടെയും അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കണ്ടല്ലോ, അവിടെ കണ്ട എല്ലാ സാധനങ്ങളും ഇവിടെയും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പിൽ ഉപയോഗിക്കുന്ന കണക്ക് തന്നെ നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കാം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ന്യൂ പ്രോജക്റ്റ് എന്ന് കാണാമല്ലോ, അത് നമ്മുടെ ഈ ഫോട്ടോഷോപ്പിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ന്യൂ ഫയൽ എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ, അത് തന്നെയാണ് ഈ ന്യൂ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ വെബ്സൈറ്റിൻ്റെ ഈ മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗം നിങ്ങൾക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫുൾ സ്ക്രീൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഇത് ഫുൾ സ്ക്രീൻ ആയിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് ഇവിടെ നോക്കിയേ, ഇൻസ്റ്റാൾ ഫോട്ടോപിയ എന്നും പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. ഇൻസ്റ്റാൾ ചെയ്യേണ്ട വാരമായിട്ടുള്ള പ്രൊസീജിയറൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇൻസ്റ്റാൾ ചെയ്യട്ടെ എന്ന് ചോദിക്കും. യെസ്, ഇൻസ്റ്റാൾ ചെയ്തോളൂ. നമ്മൾ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്തു, ഇൻസ്റ്റാളായി. ഇവിടെ ഇത് ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു വേറൊരു ബ്രൗസർ പോലെ ഇവിടെ ഈ സാധനം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. സത്യത്തിൽ ഇത് നെറ്റ് വെച്ചിട്ടാണ് വർക്ക് ആവുന്നത്. നമുക്ക് ഒരു ബ്രൗസർ പോലെ ഇവിടെ സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. അപ്പം വേറെ ഡീറ്റെയിൽസ് ഒന്നും ഈ മുകളിലൊന്നും ക്രോമിൻ്റെ ഒന്നും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ആപ്പ് പോലെ ഇത് വർക്കാവും. പക്ഷേ സ്റ്റിൽ അത് വർക്കാവുന്നത് നെറ്റ് വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഓരോന്നും ഇൻ്റർനെറ്റ് വെച്ചിട്ടാണ് വർക്കാവാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യമേ ഈ ന്യൂ പ്രോജക്റ്റ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് സാധനങ്ങളിലൂടെ കൊടുത്തേക്കും. നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാനുള്ള ഫോട്ടോ ആണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി. തംബ്നെയിൽ വേണമെങ്കിൽ യൂട്യൂബിൽ തംബ്നെയിലിന് ഇത് അവിടെ ഉണ്ട്. യൂട്യൂബ് കവർ ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ ഉണ്ട്. ഇപ്പം നമുക്കിപ്പോൾ തൽക്കാലം യൂട്യൂബ് തംബ്നെയിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റെസൊല്യൂഷനും അതിൻ്റെ പിക്സലും ഹൈറ്റും വിത്തും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഫോട്ടോഷോപ്പിൽ എങ്ങനെ വരും അതുപോലെ ഏകദേശം എല്ലാം ഇവിടെ തന്നെ കൊടുത്തേക്കും. എന്നിട്ട് ജസ്റ്റ് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. യെസ്, ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളിപ്പം ഞെട്ടും. കാരണം നിങ്ങൾ നോക്കിയേ, ഇതിൻ്റെ ഇൻ്റർഫേസ് നോക്കിയേ, കറക്റ്റ് ഒരു ഫോട്ടോഷോപ്പിനെ എടുത്ത് ഇവിടെ വെച്ച് അങ്ങനെ ഇരിക്കും. അതുപോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറച്ച് ഡിസൈൻസിൽ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ ഈ സെക്ഷനിൽ ലെയർ പാനൽ എല്ലാം അതുപോലെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊരു ഫോട്ടോ കൊണ്ടുവരാം. അതിനായിട്ട് ഫയൽ എടുത്തിട്ട് ഞാൻ ഈ ഒരു ഫോട്ടോ വലിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ ഇടുവാണ്. നമ്മൾ ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണോ ഇടുന്നത് അതുപോലെ വലിച്ചുകൊണ്ട് വന്ന് കിട്ടാൽ മതി. കണ്ടോ, സെറ്റ്. ഇനി അതേപോലെ ചെറുതാക്കാം, വലുതാക്കാം. അതുപോലെ ടെക്സ്റ്റ് ഇങ്ങനെ ഇവിടെ ടെക്സ്റ്റ് ടൂൾ ഉണ്ട്, അതെടുക്കുക, ഇവിടെ കൊണ്ട് പ്രസ് ചെയ്യുക. നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും കേട്ടോ. അത് ഒന്ന് ശ്രദ്ധിച്ചോളാം. നിങ്ങളെ ഇൻ്റർനെറ്റ് സ്പീഡ് അനുസരിച്ചാണ് ഓരോ കീയും വർക്ക് ആവുന്നത്. ഇപ്പം ടെക്സ്റ്റ് ഞാൻ ഞെക്കിയപ്പോഴത്തേക്ക് കുറച്ചൊന്ന് ലാഗായി. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എൻ്റെ നെറ്റ് ഒത്തിരി സ്പീഡ് കുറവാണ്. അത്യാവശ്യം മൊബൈലിൻ്റെ നല്ല സ്പീഡ്, എൻ്റെ മൊബൈലിന് ചെറിയൊരു കംപ്ലയിൻറ്റ്, അതിൻ്റെ ഒരു നെറ്റ് സ്പീഡ് കുറവുണ്ട്. അതുകൊണ്ടാണ്, ക്ഷമിക്കുക. അല്ലാതെ നെറ്റ് സ്പീഡുള്ളവർക്ക് മാരകമായിട്ട് പെട്ടെന്ന് വർക്കാവും കേട്ടോ. നിങ്ങളിവിടെ നോക്കിയേ, ഞാൻ ടൈപ്പ് ചെയ്യാണ്. നമുക്കിവിടെ പിക്സൽ മലയാളി എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. എന്നിട്ട് സെലക്ഷൻ ടൂൾ എടുക്കുന്നു. നമ്മളിങ്ങനെ വലുതാക്കി വെക്കുന്നതിനെ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ് കണ്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും ടെക്സ്റ്റ് ടൂൾ ടി പ്രസ് ചെയ്താൽ മതി കേട്ടോ. എല്ലാം ഫോട്ടോഷോപ്പിൽ ഉപയോഗിക്കുന്ന അതേ കീ തന്നെയാണ്, ഷോർട്ട് കീ തന്നെയാണ്, അത് ഉപയോഗിക്കാം. എന്നിട്ട് ടി പ്രസ് ചെയ്ത് ടെക്സ്റ്റ് ടൂൾ എടുക്കുന്നു. അതിനുശേഷം ഇവിടെ മുകളിൽ വന്നാൽ ഇവിടെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോണ്ടുകൾ ഇവിടെ കിടപ്പുണ്ട്, കണ്ടല്ലോ. പിന്നെ ഇവിടെ ലോഡ് ഫോണ്ട് കൊടുക്കാം കേട്ടോ. ഫോണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അവിടെ ലോഡ് ഫോണ്ടിൽ നോക്കി കഴിഞ്ഞാൽ ആഡ് ചെയ്യാനും പറ്റും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. ഫോട്ടോഷോപ്പിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി കൂടുതൽ അറിയണമെങ്കിൽ ചെയ്തു നോക്കണം കേട്ടോ. ഞാൻ ഇതിലധികം അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യം എന്നെ അതിശയിപ്പിച്ചത്, നിങ്ങൾക്കിത് മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാം. ഞാൻ വീണ്ടും ഞെട്ടി. ഇത് നോക്കിയാൽ നിങ്ങൾ, നമുക്ക് ഫോണിൽ പക്കയായിട്ട് ഇത് ഓപ്പൺ ആവുന്നുണ്ട്. എന്നിട്ട് ന്യൂ പ്രോജക്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ വന്ന കണക്ക് ഇവിടെ താഴെയായിട്ട് നമുക്ക് നോക്കിയേ പ്രോജക്റ്റുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തംബ്നെയിലിൽ യൂട്യൂബ് കവർ കിടപ്പുണ്ട്. യൂട്യൂബ് തംബ്നെയിലിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്രിയേറ്റ് കൊടുക്കുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് മുമ്പേ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കുറച്ച് എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തോന്നും. എന്നുവെച്ചാൽ എന്ത് ഇങ്ങനെയൊക്കെ പറയണത് തോന്നും. പക്ഷേ ഞാൻ ഇത് ഇത്രയും വിചാരിച്ചില്ല. ഇത്രയും നല്ല രീതിയിൽ നമുക്കത് മൊബൈലിലും ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല കേട്ടോ.
വീഡിയോ കണ്ടന്റ് നിങ്ങൾക്കും ഷെയർ ചെയ്ത് തരാം കേട്ടോ. കാരണം എപ്പോഴും കണ്ടന്റിന് ക്ഷാമമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഡൗട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് കണ്ടന്റുകൾ ഫ്രീ ആയിട്ട് കിട്ടും. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ടാറ്റ.